മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ നിരൂപകനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ എം.കെ. സാനു അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വൈകിട്ട് 5:35ഓടെയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ വൈകിട്ട് 5 മണിക്ക് എറണാകുളം രവിപുരം ശ്മശാനത്തിൽ. നിഷ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനും സാഹിത്യ നിരൂപകനുമായിരുന്ന പ്രൊഫസർ എം.കെ. സാനു ഇന്ന് വൈകിട്ട് 5:35ഓടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 25-ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വീണതിനെ തുടർന്ന് ഇടുപ്പെല്ല് പൊട്ടി ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് ശ്വാസതടസ്സം സംഭവിച്ചു. പിന്നീട് ഇവിടെ തന്നെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയായിരുന്നു. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നതിനിടെ ഇന്ന് വൈകിട്ട് 5:35ഓടുകൂടിയാണ് പ്രൊഫസർ എം.കെ. സാനുവിന്റെ അന്ത്യം സംഭവിച്ചത്. നമുക്കറിയാം, മലയാള സാഹിത്യത്തിനും നിരൂപണ രംഗത്തുമൊക്കെ വളരെ വലിയ സംഭാവനകൾ നൽകിയ ആളാണ് പ്രൊഫസർ എം.കെ. സാനു. 40ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1985-ലും 2002-ലും കേരള സാഹിത്യ അക്കാദമി അവാർഡ് എം.കെ. സാനു മാഷിനെ തേടിയെത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ ഒരു ശിഷ്യ സമ്പത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. എറണാകുളം മഹാരാജാസ് കോളേജിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു സാനുമാഷ്. ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയിലാണ് ജനിച്ച് വളർന്നതും പഠിച്ചതുമൊക്കെ ആലപ്പുഴയിലാണെങ്കിലും അദ്ദേഹം ദീർഘകാലം എറണാകുളത്തുണ്ടായിരുന്നു. ഏതാണ്ട് അരനൂറ്റാണ്ടിലേറെ കാലം അദ്ദേഹം എറണാകുളത്തെ എല്ലാ പരിപാടികളിലും സജീവമായിരുന്നു. കഴിഞ്ഞ 25-ന് ആശുപത്രിയിലാകുന്നതുവരെ അദ്ദേഹം എറണാകുളത്തെ പൊതുപരിപാടികളിലൊക്കെ തന്നെ സജീവമായിരുന്നു. എന്തായാലും വളരെ വലിയ ഒരു വിടവ് തന്നെയാണ് മലയാള നിരൂപണ രംഗത്തും ഒപ്പം തന്നെ സാഹിത്യ രംഗത്തും ഒക്കെ വളരെ വലിയ ഒരു വിടവ് തന്നെയാണ് എം.കെ. സാനുവിൻ്റെ വിയോഗം. ഇന്ന് വൈകിട്ട് 5:35-ന് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചു. തുടർന്നുള്ള സമയം ഏതാണ്ട് 7 മണി മുതൽ 9 മണിവരെ അമൃത ആശുപത്രിയിൽ പൊതുദർശനമുണ്ടായിരുന്നു. പ്രമുഖ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെത്തി ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അമൃത ആശുപത്രിയിലെത്തി എം.കെ. സാനുവിന് അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങി. നാളെ രാവിലെ 8 മണിയോടുകൂടിയായിരിക്കും എം.കെ. സാനുമാഷിന്റെ മൃതദേഹം അമൃത ആശുപത്രി മോർച്ചറിയിൽ നിന്നും പുറത്തെടുക്കുക. തുടർന്ന് അദ്ദേഹത്തിന്റെ എറണാകുളം കാരക്കാമുറിയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നീട് 9 മണി മുതൽ 10 മണി വരെ വീട്ടിലായിരിക്കും. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ അന്തിമോപചാരം അർപ്പിക്കാനായി 9 മണി മുതൽ 10 മണി വരെ അദ്ദേഹത്തിന്റെ എം.കെ. സാനുമാഷിന്റെ മൃതദേഹം വീട്ടിലായിരിക്കും ഉണ്ടാവുക. തുടർന്ന് 10 മുതൽ വൈകിട്ട് 4:45 വരെയുള്ള സമയം എറണാകുളം ടൗൺ ഹാളിലായിരിക്കും പ്രധാനമായും പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. ടൗൺ ഹാളിലാണ്. തുടർന്ന് 5 മണിയോടുകൂടി രവിപുരം ശ്മശാനത്തിലാണ് എം.കെ. സാനുമാഷിന്റെ സംസ്കാരം നടക്കുക.